നിങ്ങൾ ഉറങ്ങാണോ? അറിയോ? ഹലോ ഗായ്സ്. വീണ്ടും ഒരു ട്രെയിലർ റിയാക്ഷനുമായിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. ആട് 3 ഷൂട്ടിങ് തുടങ്ങിയ സമയം മുതലേ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ്. ഇതിൻ്റെ 3ാമത്തെ ഭാഗം ഇനി അവരെങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ചിത്രീകരണം, അതിലെ പഴയ ക്യാരക്ടേഴ്സ് എങ്ങനെയായിരിക്കും അതിൻ്റെ ഡെവലപ്മെൻറ്റ്, എന്തൊക്കെ സംഭവിക്കും. അപ്പോൾ വലിയൊരു ഷോക്കിംഗ് സർപ്രൈസ് ആയിട്ടാണ് അതിൻ്റെ ട്രെയിലർ വന്നിരിക്കുന്നത്. അതിൻ്റെ ബിറ്റ്സ് ആൻഡ് പീസസ് ഞാൻ അവിടെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതെന്താ സംഭവം. കാരണം ഒരാഴ്ച മുമ്പ് കണ്ട് ബാക്കപ്പിൻ്റെ വീഡിയോ കണ്ടതേ ഉള്ളൂ. അപ്പോഴേക്കും ട്രെയിലർ ഇറങ്ങിയോ എന്ന് ചോദിക്കുമ്പോഴാണ് ട്രെയിലറിലുള്ള സാധനങ്ങളൊക്കെ വേറെയാ. ഈ ഷൂട്ടൊക്കെ എവിടെ നടന്നു? ഓക്കെ, നമുക്ക് റിയാക്ഷനിൽ പോയാലോ. ആകാശത്തിനും അപ്പുറത്ത് ഏതോ ഒരു ലോകത്ത് നിന്നും ഇത് വന്നിട്ടുള്ളത്. അങ്ങനെ ആ കാർന്നവന്മാരും ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത് എന്തോ അജ്ഞാതമായ ശക്തി ഇതിനുണ്ടത്രേ. മൈസൂർ റോക്കറ്റ്. ഇതന്വേഷിച്ച് പല ദുഷ്ടശക്തികളും പല കാലങ്ങളിലും വരും. ഇതിനു വേണ്ടി യുദ്ധങ്ങൾ വരെ നടക്കും. ഈ പുഴയ്ക്ക് കൂടെ ആകത്താം പാലത്തിന്റെ പണി നടക്കും. നമുക്ക് ഓരോരുത്തരെയായി ഈ മുക്കാലിയിൽ കയറി നിന്ന് അമ്പ ഇത് കൊല്ലാം. അത് മതി, ഇനി ഇത് പിടി. പാലം പൊളിച്ചിട്ടാണോ നീ കാശുകാരനാകുന്നത്? ആളുകളെ വിളിക്കും ഹൈ റേഞ്ചിന്റെ ചിബുലേരെ. ഇനിയാണ് നമ്മുടെ പ്ലാൻ തുടങ്ങുന്നത്. വയലൻസ് വേണ്ടെന്ന് 100 തവണ ഞാൻ പറഞ്ഞു. ജീവൻ മാറുന്ന പോരാട്ടം ഏത് ഈ വയ്യാത്ത നടുവ് വെച്ചണ്ട പോരാടാനുള്ള സമയം സമാഗതമാണ്. എന്താണ് വരുന്നത്? മാറി നിന്ന് കൗണ്ട് അവൻ കേൾക്കണം. ഞാൻ വിളിച്ച ആദ്യം വല്ല നാടകത്തിന്റെ ഭാഗമാണെന്ന്. മനസ്സിലായോ സാറേ? ഓ, സിനിമാറ്റോഗ്രാഫി ഒക്കെ വിളിച്ചിട്ടുണ്ട് അല്ലേ? ഇത് സർബത്ത് ശരി. ഓ ഇപ്പൊ കൂട്ടിക്കൊണ്ടിരിക്കും. ബാക്കിൽ ബാങ്കോക്കും മുന്നിൽ മയാമിയുമാണ്. കം ടു ഡാഡി. പുതിയ മുണ്ട്, പുതിയ കോസ്റ്റ്യൂം. ഒന്നും നോക്കാനില്ല, ലോജിക്കൊന്നും അപ്ലൈ ചെയ്യരുത്. തിയേറ്ററിൽ പോവാ, ചിരിക്കുക, എന്റർടൈൻഡ് ആവുക. അതെ, പക്ഷെ ആദ്യം കണ്ടേരെ ഞാൻ വിചാരിച്ചേ മറ്റേ ഇവൻ വേറെ ഏതോ ഒരു സിനിമക്ക് വേണ്ടി കത്തനാരനാകാൻ വേണ്ടി ഒരു മേക്ക് ഓവർ എന്തൊക്കെയോ ഇവൻ ചെയ്യുന്നുണ്ടായിട്ടില്ല. ജയസൂര്യന് കുറെ കാലത്തിന് ശേഷം വരുന്ന പാടാ. ഞാൻ വിചാരിച്ച സിനിമ മാറിയ ഇത് അതും തമ്മിൽ എന്തെങ്കിലും മിക്സ് ആയോ? അല്ല, നമുക്കിപ്പോൾ എയുടെ സാധ്യതകൾ ഒരുപാട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സെറ്റ് അല്ലെങ്കിൽ ഒരു VFX കൊണ്ടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമില്ല, കാശിറവും അത്ര. പക്ഷേ ആ ഒരു സ്കെയിൽ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അതിൻ്റെ എക്സ്പെൻസുകളുണ്ട്. പക്ഷേ എയുടെ സാധ്യതകൾ ഒരുപാട് ഇതിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ യുദ്ധത്തിൽ മറ്റേ കുതിരകൾ നടന്നു ക്രൗഡും കാര്യങ്ങളും മൾട്ടിപ്ലൈ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഈസി ആയിട്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ രസമുണ്ട്, ചിരിക്കാറുണ്ട്. എന്തായാലും അറിയോ, അപ്പോൾ റിലീസ് ചെയ്യുമ്പോൾ പോയി കണ്ടിട്ട് നമുക്ക് ഇനിയൊരു റിയാക്ഷൻ കൂടി എടുക്കാം. ഗൂഗിള് സെർച്ച് ചെയ്യുന്നുണ്ട് ഒരാള്. അടുത്ത
അടുത്ത ട്രെയിലർ റിയാക്ഷനുമായി വരുന്നതായിരിക്കും. അതെ. എല്ലാവർക്കും ബൈ.